സ്വർണ്ണവില വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമോ അതോ കുറയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ വിദഗ്ധർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് സ്വർണ്ണ വിപണി അതീവ സങ്കീർണമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ വിലയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച താഴ്ചകൾ വരും ദിവസങ്ങളിൽ തുടരാൻ സാധ്യതയുണ്ട്. മലയാളികൾക്ക് സ്വർണം വെറുമൊരു ലോഹം മാത്രമല്ല, അവരുടെ സമ്പത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം. സ്വർണ്ണവില കേരളത്തിൽ വലിയ തരത്തിലാണ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയർന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ആയതിനാൽ വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമോ അതോ വീണ്ടും താഴേക്ക് കുതിച്ചു വീഴുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉദിക്കുന്നത്. ധനകാര്യ വിദഗ്ധർ പറയുന്നത് സ്വർണ്ണ വിപണി അതീവ സങ്കീർണമായൊരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നാണ്. അതായത് ആഗോള വിപണിയിലെ മാറ്റങ്ങൾ വേഗത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനാൽ വിലയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും താഴ്ചകളും വരും ദിവസങ്ങളിൽ പ്രകടമാകുമെന്നും പറയുന്നു. വരും മാസങ്ങളിൽ വിവാഹ ആവശ്യങ്ങൾക്കായി കൂടുതൽ സ്വർണം വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുടുംബങ്ങൾ വിപണിയിലെ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. വില വലിയ രീതിയിൽ കുറഞ്ഞു നിൽക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങാൻ സാധിക്കാത്തവർ വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയർന്നേക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ജ്വല്ലറികളിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന രീതിയും ഇപ്പോൾ തുടരുന്നുണ്ട്. വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങുന്നതിനു പകരം പണം ഘട്ടം ഘട്ടമായി സ്വർണത്തിലേക്ക് മാറ്റുന്നതാണ് സുരക്ഷിതത്വം എന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഏകദേശം 20% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഉയർന്ന എണ്ണവില കാരണം പണപ്പെരുപ്പം വർദ്ധിക്കുമെന്ന ആശങ്കയും ഇതിനിടയിൽ വർദ്ധിക്കുന്നു. അതിനാൽ തന്നെ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന നിഗമനങ്ങളാണ് നിലവിൽ സ്വർണ്ണവിലയെ ബാധിച്ചിരിക്കുന്നത്. പലിശയോ മറ്റ് ആദായങ്ങളോ നൽകാതെ സ്വർണം കൈവശം വെക്കുന്നതിനേക്കാൾ ഉയർന്ന പലിശ ലഭിക്കുന്ന മറ്റ് നിക്ഷേപങ്ങളിലേക്ക് ആളുകൾ മാറുന്നതാണ് ഇതിനുള്ള കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലും വലിയ തരത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വില 1 ലക്ഷത്തിന് താഴെ എത്തുമെന്ന പ്രതീക്ഷയും ഉയർന്നു. എന്നാൽ യുദ്ധം അവസാനിക്കുമെന്നതും എണ്ണവിലയും ഡോളറും ഇടിയുന്നതും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചു. കേരളത്തിൽ ഒരു പവന്റെ വില 1,08,960 രൂപയാണെങ്കിൽ സ്വർണം വാങ്ങാൻ കൂടുതൽ പണം നൽകേണ്ടി വരും. ഇന്നത്തെ വിലയ്ക്കൊപ്പം പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്ക് 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയെല്ലാം ചേർത്താൽ ഒരാഭരണം വാങ്ങണമെങ്കിൽ 1,18,000 മുകളിൽ നൽകേണ്ടി വരും. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. റെക്കോർഡ് ഉയരങ്ങൾ തൊട്ട ശേഷമാണ് വില കുത്തനെ താഴേക്ക് വീഴുന്നത്. എങ്ങോട്ടാണ് സ്വർണ്ണവില പോകുക എന്ന ആശങ്കയും ആകാംക്ഷയും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും കുറയാനും കൂടാനും സാധ്യതയുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. വിലയിൽ സ്ഥിരത വന്നാൽ മാത്രമേ സ്വർണ്ണ കച്ചവടം നടക്കൂ എന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. വില കുറയുമ്പോൾ ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങേണ്ട ആളുകളും വില കൂടിയേക്കാം എന്ന പ്രതീക്ഷയിൽ വിൽക്കേണ്ട ആളുകളും മടിച്ചു നിൽക്കുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.